അറിഞ്ഞിടും എന്നെ അഖിലവും ദൈവം അവൻ ഹിതം പോലെ നടത്തിടുന്നു. അറിഞ്ഞിടും എന്നെ അഖിലവും ദൈവം അവൻ ഹിതം പോലെ നടത്തിടുന്നു. അന്നു താൻ തരും തുമ്പമോ ഇമ്പമോ അതു മതി എനിക്ക് അനുഗ്രഹമാണ്. അന്നു താൻ തരും തുമ്പമോ ഇമ്പമോ അതു മതി എനിക്ക് അനുഗ്രഹമാണ്. കർത്താവിൽ എപ്പോഴും സന്തോഷിക്കും ഞാൻ ക്രിസ്തീയ ജീവിത യാത്രയതിൽ. കണ്ണീരിൻ വേളയോ കഷ്ടങ്ങളേറെയോ അരികിലും അവനിൽ ഞാൻ സന്തോഷിക്കും. കണ്ണീരിൻ വേളയോ കഷ്ടങ്ങളേറെയോ അരികിലും അവനിൽ ഞാൻ സന്തോഷിക്കും. ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷ. ഇന്ന് യോനയുടെ പുസ്തകത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ MG രാജൻ ആസാം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ദൈവതിരുനാമം മഹത്വപ്പെടുവാനായിട്ടിടയാകട്ടെ. യോനാ പ്രവാചകൻ്റെ പുസ്തകം 4-ാം അധ്യായം 11-ാം വാക്യത്തിൻ്റെ ഒടുവിലത്തെ ഭാഗം. നിനവയോട് എനിക്ക് അയ്യോ ഭാവം തോന്നരുതോ എന്ന് ചോദിച്ചു. മഹാനഗരമായ നിനവയോട് എനിക്ക് അയ്യോ ഭാവം തോന്നരുതോ, ദൈവം പറയുന്ന വാക്കാണ്. ഈ യോനാ പ്രവാചകൻ്റെ പുസ്തകം, ഈ 4 അധ്യായങ്ങളും പഠിക്കാനായിട്ട് ദൈവം നമുക്ക് ചെറിയ നിലകളിൽ സാവകാശം ഒരുക്കിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുക. ഇതിൽ നിന്ന് ഒരുപാട് ചിന്തകൾ ഈ കഴിഞ്ഞ നാളുകളിൽ ചിന്തിക്കുവാനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിച്ചു. എങ്കിലും ഈ പഠനം, യോനയെക്കുറിച്ചുള്ള ഈ പുസ്തകത്തിലെ ആത്മീയ പഠനങ്ങൾ അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തി എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. എന്നാൽ അതിൻ്റെ ആഴങ്ങളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാനായിട്ട് നമുക്ക് സാധിച്ചു എന്നുള്ളതിൽ ഞാൻ സന്തോഷിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യും. വരുന്ന നാളുകളിൽ ഈ പുസ്തകം വ്യക്തമായി പഠിക്കുവാൻ, ഇതിൽ നിന്ന് ധാരാളം ആത്മീയ പാഠങ്ങൾ ഗ്രഹിക്കുവാൻ, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഈ യോനാ പ്രവാചകൻ്റെ പുസ്തക പഠനത്തോടുള്ള ബന്ധത്തിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ദൈവജനത്തോടുള്ള നന്ദിയും സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു. വരുന്ന നാളുകളിലും ദൈവജനത്തിൻ്റെ പ്രാർത്ഥന വളരെ ആവശ്യമുണ്ട്. ഇന്നതിൻ്റെ ഒടുവിലത്തെ ക്ലാസ്സിലേക്കാണ് നാം എത്തിയിരിക്കുന്നത്. മഹാനഗരമായ നിനവയോട് എനിക്ക് അയ്യോ ഭാവം തോന്നരുതോ എന്ന് ചോദിച്ചു. ഈ പുസ്തകം പഠിക്കുമ്പോൾ യോനയെക്കുറിച്ച്, ഒരു മത്സ്യത്തെക്കുറിച്ച്, ഒരു വൃക്ഷത്തെക്കുറിച്ച്, അതുപോലെ നിനവയിലെ ആളുകളെക്കുറിച്ച്, ഒരു പുഴുവിനെക്കുറിച്ചും കാറ്റിനെക്കുറിച്ചും ഒക്കെ നാം ഇതിൽ പഠിക്കുന്നുണ്ട്. എന്നാൽ ഈ പാഠങ്ങളൊക്കെ നാം പഠിച്ചു വരുമ്പോൾ ഇതിലെ മെയിൻ കഥാപാത്രമായിരിക്കുന്ന യോനയുടെ ജീവിതത്തിൽ നിനവയിലെ ആളുകളുടെ മാനസാന്തരത്തിൽ ഒരു സന്തോഷം നാം കാണുന്നില്ല. എന്നാൽ ഇവിടെ മറഞ്ഞിരിക്കുന്ന ഒരു യാഥാർത്ഥ്യം വെളിപ്പെടുത്തി ഈ ക്ലാസ് അവസാനിപ്പിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ദൈവം യോന മുഖാന്തരം നിനവയിൽ പ്രസംഗിച്ചത് ഇനി 40 ദിവസം കഴിഞ്ഞാൽ നിനവെ ഉന്മൂലമാകും എന്നാണ്. നീണ്ടു നിൽക്കുന്ന മണിക്കൂറുകൾ സംസാരിക്കുന്ന ഒരു സന്ദേശമല്ല, ചുരുക്കം ചില വാക്കുകളാണ് നിനവയിലെ ജനത്തോട് യോന വിളിച്ചു പറഞ്ഞത്.
ഇനി 40 ദിവസം കഴിഞ്ഞാൽ നിനവെ ഉന്മൂലമാകും. ആ വാക്കുകൾ അവിടെയുള്ള ജനത്തിൻ്റെ ഹൃദയത്തിൽ ഭയങ്കരമായൊരു ഭീതി വിതച്ചു. ആ ജനം ചെറിയവരും വലിയവരും ഒരുപോലെ രട്ടെടുത്ത് അവർ ദൈവത്തിൽ ഒന്നാമത് വിശ്വസിച്ചു. ആ വിശ്വാസത്തിൻ്റെ ഫലമായി ദൈവവാക്ക് ദൈവം ചെയ്യും, ദൈവം മാറ്റമില്ലാത്തവനാണ് എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ആ വാക്ക് വിശ്വസിക്കുകയും അവർ വലിയൊരു ഉപവാസം പ്രസിദ്ധമാക്കി. ആ ഉപവാസം പ്രസിദ്ധമാക്കുന്നതിലുള്ള അവരുടെ കാര്യം, അവരുടെ വിശ്വാസം എന്തെന്ന് ചോദിച്ചാൽ മാനസാന്തരപ്പെട്ടാൽ ദൈവം രക്ഷിക്കും, അതുകൊണ്ട് മാനസാന്തരപ്പെടാം എന്നുള്ളൊരു വിശ്വാസം. അതും അവർക്ക് ദൈവത്തിലുള്ളൊരു വിശ്വാസമാണ്. അങ്ങനെ ആ ജനം ആബാലവൃദ്ധം, വലിയവരും ചെറിയവരും, ഒപ്പം അവിടുത്തെ രാജാവും സകല മനുഷ്യരും ഒരുപോലെ ദൈവസന്നിധിയിൽ ഇരുന്നു. അവിടുത്തെ മനുഷ്യനോ മൃഗമോ കന്നുകാലിയോ ആടോ ഒന്നും ഒരു വസ്തുവും ആസ്വദിച്ചില്ല. മൃഗങ്ങൾ മേയുകയോ വെള്ളം കുടിക്കുകയോ ചെയ്തില്ല. മനുഷ്യനും മൃഗവും രട്ടുപുതച്ച് ഉച്ചത്തിൽ ദൈവത്തോട് വിളിച്ചപേക്ഷിച്ച് അങ്ങനെ അവർ നിലവിളിക്കുകയാണ് ദൈവസന്നിധി. ആ നിലവിളി, അവരുടെ ആ കണ്ണുനീര്, എങ്ങനെയും രക്ഷപ്പെടണം, ദൈവകോപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കണം, അതവരുടെ മനസ്സിൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. അവരാ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു. ദൈവം ന്യായം വിധിക്കും, നിശ്ചയമായിട്ട് ന്യായം വിധിക്കും. ആ ന്യായവിധിയിൽ നിന്ന് എങ്ങനെയും രക്ഷപ്പെടണം. ഈ ഒടുവിലത്തെ വാക്യം, 4-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യം വായിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഒരു വലിയ സന്തോഷമുണ്ട്. ദൈവത്തിന് അവരോട് അയ്യോ ഭാവം തോന്നി എന്ന് പറഞ്ഞാൽ ദൈവം അവരെ രക്ഷിച്ചു. 3-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യത്തിൽ അവർക്ക് വരുത്തുമെന്ന് പറഞ്ഞ അനർത്ഥത്തെക്കുറിച്ച് ദൈവം അനുതപിച്ചു, അത് വരുത്തിയതുമില്ല എന്ന് പറഞ്ഞാൽ ദൈവം അവരെ രക്ഷിച്ചു. അപ്പോൾ ആ രക്ഷയുടെ ആ മഹത്വം, അതിൻ്റെ ആ സന്തോഷം ഇപ്പോൾ ആരുടെ മുഖത്തുണ്ടെന്നറിയാവോ? അത് നിനവയിലെ ജനങ്ങളുടെ മുഖത്തുണ്ട്, അവരുടെ ഹൃദയത്തിലുണ്ട്. എന്താ? 40 ദിവസങ്ങൾ പിന്നിട്ടു. 40 ദിവസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞപ്പോൾ യോന വിളിച്ചു പറഞ്ഞ അനർത്ഥം, ആ ന്യായവിധി അവരിൽ വരാതെ അവർ രക്ഷപ്പെട്ട ആ സന്ദർഭം, അവരുടെ ഹൃദയത്തിലെ ആനന്ദം അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ്. യോന പറഞ്ഞത് 40 ദിവസം കഴിഞ്ഞാൽ ഉന്മൂലമാകും, നശിച്ചു പോകുമെന്നാണ്. അത് മുഴുവനും വെണ്ണീറായിത്തീരും, പിന്നെ അവിടെ ഒന്നും ബാക്കിയുണ്ടാവുകയില്ല. പക്ഷേ 40 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ജനം ദിവസങ്ങൾ എണ്ണിപ്പാർക്കുകയാണ്. 40 ദിവസങ്ങൾ കഴിഞ്ഞു. ഇന്ന് ജനത്തിൻ്റെ ഹൃദയത്തിൽ വലിയൊരു ആനന്ദമാണ്. അവർ ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കുകയാണ്. അവർ ദൈവസന്നിധിയിൽ സന്തോഷിക്കുകയാണ്. അവർ ദൈവത്തോട് നന്ദി പറയുകയാണ്. അവർ ദൈവത്തെ സ്തുതിക്കുകയാണ്. എന്താ കാരണം? വരാനിരുന്ന ഭയങ്കരമായ ന്യായവിധിയിൽ നിന്ന് ദൈവം അവരെ രക്ഷിച്ചു. ദൈവം അവരെ രക്ഷിച്ചു. വരാനിരുന്ന ഭയങ്കരമായിരിക്കുന്ന ശിക്ഷയിൽ നിന്ന് അവർ വിടുതൽ പ്രാപിച്ചിരിക്കുന്നു. ഇനി അവരുടെ മേൽ ശിക്ഷയില്ല, ന്യായവിധിയില്ല. അങ്ങനെ ന്യായവിധി ഉണ്ടായിരുന്നെങ്കിൽ ആ 40 ദിവസം കഴിഞ്ഞപ്പോൾ അത് സംഭവിക്കേണ്ടതായിരുന്നു. എന്നാൽ ഇന്ന് അവർ ഭയപ്പെട്ട് കഴിയുന്നവരല്ല, പേടിയോടെ കഴിയുന്നവരല്ല, മറിച്ച് അവർ ദൈവസന്നിധിയിൽ സന്തോഷത്തോടെ ജീവിക്കുന്ന ഭക്തരാണ്. അവരുടെ ഹൃദയത്തിൽ സ്തുതിയുണ്ട്, ആരാധനയുണ്ട്,
സ്തുതി ഗീതമുണ്ട്. സ്തോത്രം. വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തോടുള്ള ബന്ധത്തിൽ ഞാനതിങ്ങനെ പറയട്ടെ. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം രക്ഷിക്കപ്പെട്ട ദൈവജനത്തിൻ്റെ ഹൃദയത്തിൽ പിന്നെ സങ്കടമല്ല, ദുഃഖമല്ല, നിരാശയല്ല, മരണഭീതിയല്ല, പിന്നെയോ അവരുടെ ഉള്ളിൽ ആനന്ദമാ, സന്തോഷമാ. പ്രൈസ് ദ ലോർഡ്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. കാരണം ദൈവം തന്നിരിക്കുന്നത് പുത്രത്വത്തിൻ്റെ അധികാരത്തെയാണ്, നിത്യമായ രക്ഷയാണ്, നിത്യമായ ജീവിതമാണ്, ഒരിക്കലും നശിച്ചു പോകാത്ത ഒരു സ്വർഗീയ സന്തോഷമാണ്, നിത്യജീവനെയാണ് ദൈവം നൽകിയിരിക്കുന്നത്. നാം സ്വയമായി നേടിയതായിരുന്നെങ്കിൽ ഒരു പക്ഷേ അത് നഷ്ടപ്പെട്ടു പോകുമായിരുന്നു. എന്നാൽ തന്നത് സ്വർഗത്തിലെ ദൈവമാണ്. അനവധി ആളുകൾ പറയുന്നു രക്ഷ നഷ്ടപ്പെടും. ഇല്ലേ ഇല്ല. കാരണം നമ്മുടെ നീതിപ്രവൃത്തികൾ കൊണ്ടോ, നമ്മുടെ പൈസ കൊണ്ടോ, ധനം കൊണ്ടോ, മറ്റെന്തെങ്കിലും പ്രവൃത്തികൾ കൊണ്ടോ നേടിയതല്ല ഈ രക്ഷ. പിന്നെയോ ദൈവം അത് ദാനമായി തന്നതാണ്. തൻ്റെ പുത്രനെ ക്രൂശിൽ യാഗമാക്കി നമ്മുടെ പാപത്തിന് പകരമായി മരിക്കാൻ ഏൽപ്പിച്ചിട്ട് നമ്മെ ആ പുത്രൻ്റെ മരണം മുഖാന്തരം നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചു തന്ന് പിതാവായ ദൈവം നമ്മളെ രക്ഷിച്ചിരിക്കിയാൽ ഇനി ഒന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ട, മരണഭീതി വേണ്ട. പിന്നെയോ ദൈവം നമുക്ക് നിത്യമായ ജീവനെ തന്നിരിക്കുകയാണ്, നിത്യമായ സന്തോഷം തന്നിരിക്കാൻ, നിത്യമായിരിക്കുന്ന സ്വർഗം നമുക്ക് ദാനം ചെയ്തിരിക്കുകയാൽ, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നമ്മളെ നിറച്ചിരിക്കുകയാൽ, സ്തോത്രം, വലിയ പ്രത്യാശ നമ്മുടെ ഹൃദയത്തിൽ തന്നിരിക്കുകയാൽ നാം ഇനി ആനന്ദത്തോടെ ദൈവത്തെ സ്തുതിക്കണം, അവന് പാട്ടുപാടണം, നമ്മുടെ ദൈവത്തെ ആരാധിക്കണം. നമ്മുടെ ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയം പകർന്നു വെച്ച് സാക്ഷ്യമുള്ളവരായി, മാതൃകയുള്ളവരായി, സന്തോഷമുള്ളവരായി, ദൈവത്തിൽ ആനന്ദം കണ്ടെത്തി സ്തുതിച്ച് മഹത്വപ്പെടുത്തി ജീവിക്കുന്ന ഭക്തരായിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. യോനാ പ്രവാചകൻ്റെ ഈ പുസ്തക പഠനം ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹം വർദ്ധിച്ചു വരട്ടെ, ആരാധന വർദ്ധിച്ചു വരട്ടെ. വരുന്ന ദിവസങ്ങളിൽ അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിർത്തുന്നു. കർത്താവിൻ്റെ പൊന്നുനാമം മഹത്വപ്പെടട്ടെ. ആമീൻ, ആമീൻ.